നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ. കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർ മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യും. ഹാർട്ട്ഫുൾനെസ് സഹജമാർ സിസ്റ്റം വളരെ ലളിതമാണ്. നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അത് തീർച്ചയായിട്ടും ആവശ്യവുമാണ്, അത്യാവശ്യമാണ് എന്ന് പറയാം. ഇപ്പോഴത്തെ ഈ സമൂഹത്തിൽ ആധ്യാത്മികമായിട്ടുള്ള പരിശീലനം വളരെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നും ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ഇപ്പോൾ അതിൻ്റെ പ്രാധാന്യം കൂടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യേണ്ടത് എന്ന ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ശരിക്കും ജീവിതം തന്നെ ഒരു എഡ്യൂക്കേഷനാണ്. ഈ ഭൂമി, ഈ ലോകം ഒരു സ്കൂളാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇവിടെ നിന്നും നമ്മൾ പഠിക്കുന്നു. എന്താണ് പഠിക്കുന്നത്? എവിടെയാണ് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്? ഒരു മനുഷ്യൻ മാറുന്നത് സ്വഭാവത്തിലാണ്. മനസ്സ് ക്രമേണ ഉയർന്ന് സെൽഫിഷ്നെസ്സിൽ നിന്നും സെൽഫ്ലെസ്നെസ്സിലേക്ക്, നിസ്വാർത്ഥതയിലേക്കുള്ള ഒരു മാറ്റം, സ്നേഹത്തിലേക്കുള്ള ഉയർച്ച, അതാണ് ശരിക്കും ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ യാത്രയിൽ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ഫാക്കൽറ്റീസിനും കഴിവുകളെയും നമ്മൾ ചാനലൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു പുഴ അല്ലെങ്കിൽ ഒരു ചാല് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും ഡൈവേർഷൻസ് വരികയാണ്. ആ ഫ്ലോവിൻ്റെ ശക്തി കുറയുന്നു. അതുപോലെ നമ്മൾക്ക് ലഭിക്കുന്ന ആ പൂർണ്ണമായിട്ടുള്ള അറിവിൻ്റെ ആ ഫ്ലോ, അത് നമ്മൾ അനാവശ്യമായിട്ടുള്ള ടെൻഡൻസീസിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യുമ്പോൾ ശരിക്കും എന്തിനാണ് നമുക്കത് നൽകപ്പെടുന്നത്? അതിന് നമ്മൾ ഉപയോഗിക്കാൻ പറ്റാതെയായി മാറും. അപ്പോൾ ഈ പ്രോസസ്സ് മുഴുവൻ, എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോസസ്സ്, അത് പുറമേ നമ്മൾ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ആണെങ്കിലും
ഒബ്ജക്റ്റീവിൻ്റെയും യഥാർത്ഥത്തിൽ ലക്ഷ്യം സബ്ജക്റ്റീവാണ്. ശരിക്കും മാറ്റങ്ങളെല്ലാം സബ്ജക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ ചാനലൈസേഷനാണ് നമ്മുടെ കഴിവുകളെ ഫോക്കസ് ചെയ്യുക. നമ്മൾ കേട്ടിട്ടുണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന് പറയാറ്, ശ്രദ്ധിക്കൂ, അറ്റൻറ്റീവ് ആകും എന്നൊക്കെ പറയാറുണ്ട്. എത്രത്തോളം ഒരാൾ അറ്റൻറ്റീവ് ആണോ, എത്രത്തോളം മനസ്സിനെ കോൺസെൻട്രേഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു, അത്രത്തോളം അയാൾ സക്സസ്ഫുൾ ആവുന്നു. ഇത് ഒരു ഡൗട്ട്ലെസ് ആയിട്ടൊരു കാര്യമാണ്. അർജുനൻ്റെ എക്സാമ്പിൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് പക്ഷിയുടെ കണ്ണ് മാത്രം കണ്ടിട്ട് അർജുനൻ അസ്ത്രം ചെയ്യാൻ. അതുപോലെ എല്ലാ മഹാത്മാക്കളും അവരുടെ ഫോഴ്സസിനെ, അവരുടെ എല്ലാ വിധത്തിലുള്ള ടെൻഡൻസീസിനെയും റെഗുലേറ്റ് ചെയ്തിട്ട് ഏകീകൃതമാക്കി ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ 100% സത്യസന്ധമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വളർച്ചയുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ഡൈവേർഷൻസ് അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ യോഗ പദ്ധതിയുടെ യഥാർത്ഥത്തിലുള്ള എസെൻസ്. അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ ആ റെഗുലേഷൻ്റെ ലെവലിലെത്തിയിരിക്കുക. നമ്മൾ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശരീരത്തിലാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത് മനസ്സിലാണ്, നമ്മുടെ ബോധതലത്തിലാണ്. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കാണുന്ന കാഴ്ചകൾ, കേൾക്കുന്ന ശബ്ദങ്ങൾ, സ്മെല്ലുകൾ എല്ലാം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള സെൻസ് ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് അവിടെ അതില്ലായെങ്കിൽ നമുക്കിത് മനസ്സിലാവില്ല. അപ്പോൾ ശരീരം നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു അപ്പാരറ്റസാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു യൂണിഫൈഡ് ആയിട്ടൊരു തലത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് അറിയാതെ തന്നെ പല തലത്തിലും അവയെ ഉപയോഗിക്കാൻ സാധിക്കും. നല്ല കാഴ്ചകൾ അറിയാതെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു, നല്ല പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നു. നമ്മൾ കേൾക്കുന്നതെല്ലാം നന്മയുടെ ശബ്ദങ്ങളാവും. എവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എല്ലാം പാഠങ്ങൾ മാത്രമാണ്. ബുക്സ് ഇൻ ബ്രൂക്സ്, സെർമൺസ് ഇൻ സ്റ്റോൺസ് എന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ട്. നമുക്ക് കല്ലുകളിലും വിശുദ്ധ വചനങ്ങൾ കേൾക്കാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്ന് എല്ലാം പഠിക്കാം. നമ്മൾ ഇവിടെ മോശമാണെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പാഠങ്ങൾ കൊള്ളാൻ സാധിക്കും. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും വീഴുന്ന പ്രശ്നമില്ല. ഇപ്പം ഞാൻ കുട്ടികളോട് പലപ്പോഴും പറയാറ്, നിങ്ങൾ എന്ത് വേണമെങ്കിലും വായിച്ചോളൂ, സിനിമ കണ്ടോളൂ, പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത്, നിങ്ങളെ ഉയർത്തുന്ന എന്താണ് പഠിച്ചത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പം രാമായണം വായിച്ചതിന് ശേഷം സീത രാമൻ്റെ ആരാണ് എന്ന് ചോദിച്ച ഒരു കഥ കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ നമ്മളിവിടെ എന്ത് വായിക്കുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും അതിലൊരു മൂല്യമുണ്ട്. നമുക്കിവിടെ പ്രത്യക്ഷത്തിൽ നെഗറ്റീവാന്ന് തോന്നാം, പക്ഷെ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ ഉള്ളിൽ പോസിറ്റീവാണ്. നമുക്ക് ചെയ്യാൻ പാടാത്ത കാര്യങ്ങളും ഈ ലോകത്തിൽ നമ്മൾ കാണാനുണ്ട്, പഠിക്കാനുണ്ട്. ഋഷ്യശൃംഗൻ്റെ കഥ കേട്ടു. ഋഷ്യശൃംഗൻ പ്രൊട്ടക്റ്റഡായിട്ട് വളർത്തുകയാണ് ഋഷി. സ്ത്രീകളെ കണ്ടിട്ടില്ല. വൈശാലി എന്നുള്ള ഫിലിമിൽ ഇത് കാണിക്കുന്നു. അവസാനം ഒരു പെൺകുട്ടി വരുന്നതോടുകൂടി ഋഷ്യശൃംഗന് പുതിയൊരു ലോകം പ്രകടമാകും. അപ്പം അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ജീവിച്ചിട്ട് കാര്യമില്ല. നമുക്ക് രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് വേണം. നമ്മുടെ മനസ്സിൻ്റെ റെഗുലേഷൻ നമ്മൾ ചെയ്യുന്നതോടൊപ്പം ആ റെഗുലേറ്റഡായ മനസ്സിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു വെള്ളത്തിൻ്റെ ട്യൂബ് നമ്മൾ വൃത്തിയാക്കി വെച്ചു, അതിലൂടെ വെള്ളം ഫ്ലോ ചെയ്തില്ലെങ്കിൽ അത് പിന്നെയും ബ്ലോക്കാവും. ഇരുമ്പും തൊഴിലും ഇരിക്കക്കെടും എന്ന് കേട്ടു. നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് വൃത്തിയാക്കി വെച്ചിട്ട് കാര്യം, അത് ഉപയോഗിക്കണം. കമ്പ്യൂട്ടറായാലും കാറായാലും എന്ത് കാര്യമായാലും നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ അത് ക്രമേണ അതിൻ്റെ വർക്ക് പോകും. അതുപോലെയാണ് നമ്മുടെ ഈ മനസ്സും ഇന്ദ്രിയങ്ങളും. നമ്മൾ മനസ്സിനെ മെഡിറ്റേഷനിലൂടെ ഉയർത്തുക, ശുദ്ധീകരണത്തിലൂടെ അതിൻ്റെ ടെൻഡൻസീസ് എടുത്ത് കളയുകയാണ്. പക്ഷേ അങ്ങനെ എടുത്തു കളഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കാര്യം, നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ആ പ്യൂരിറ്റീനെ ഫ്ലോ ചെയ്യാനാണ് കഴിയും. എങ്കിൽ മാത്രമേ ആ ഫ്ലോയിലൂടെ ഇത് വീണ്ടും പ്യൂരിഫൈ ചെയ്തുകൊണ്ടിരിക്കും. ഇത് പെർഫെക്റ്റ്ലി പ്യൂറോ. ഏതൊരു സാഹചര്യത്തിൽ ചെന്നാലും നമുക്കൊരു പ്രശ്നവുമില്ല എന്നുള്ള തലത്തിൽ. സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായിട്ട് ദാജി തുര്യാതീത അവസ്ഥ എന്ന് പറയും. ഏറ്റവും ഹയസ്റ്റ് സ്റ്റേറ്റാണ് സഹജ സമാധി എന്നൊക്കെ പറയും. കംപ്ലീറ്റ് ആയിട്ടുള്ള ബാലൻസ്, എന്തൊരു കണ്ടീഷൻസും പ്യൂരിഫൈഡ് ആയിട്ട ഒരു തലം. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്കാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ഇന്ദ്രിയങ്ങളെ
ഈ തരത്തിൽ സമ്മേറ്റിട്ട് വിഡ്രോ ചെയ്തിട്ട് നമ്മുടെ മനസ്സിൻ്റെ യഥാർത്ഥത്തിൽ ഇൻസ്ട്രുമെൻസായിട്ട് മാറുമ്പോൾ നമ്മൾ നാഷണൽ ഹൈവേയിലേക്ക് എത്തിയ പോലെ പല വഴികളിലൂടെയും വന്നിട്ട് അവസാനം നാഷണൽ ഹൈവേയിലേക്ക് വന്നിട്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ടൂർ പ്രോഗ്രാമിന് പോകാമെന്ന് ആലോചിച്ചു. പലരും പല വഴി സ്ഥലത്തുനിന്ന് നടന്നു വരും, ചിലർ ഓട്ടോറിക്ഷ പിടിച്ച് വരുന്നു, ചിലർ സൈക്കിൾ വരുന്നു, ചിലർ ആരും ഡ്രോപ്പ് ചെയ്യുന്നു. അവസാനം ഹൈവേയിൽ നമ്മളുടെ വണ്ടി കയറി നമ്മൾ പോകും. അപ്പോൾ ആ ഒരു യാത്രയെ നമ്മളിപ്പം സെൻറ്ററിലേക്ക് നാഷണൽ ഹൈവേയിലേക്ക് ഇല്ല. ഇനി നമുക്ക് മനസ്സ് ഫ്ലോ പ്യൂരിഫൈ ചെയ്യും. ഇതിനാണ് നമ്മൾ ധാരണ എന്ന് പറയുന്നത്. ഇടവിടാത്ത ഒരു ഫ്ലോ, എണ്ണയുടെ ധാര, അതാണ് ധാര. എണ്ണ ഫ്ലോ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഇല്ലാതെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം അതുപോലെ ഒരു ഫ്ലോ നമ്മുടെ മനസ്സും അതുപോലെയാകും, ആ ഫ്ലോ പോലെയാകും. അപ്പം അങ്ങനെ ഒരു മനസ്സിന് കൂടുതൽ മെഡിറ്റേറ്റീവ് ലെവലിലേക്ക് എത്താൻ സാധിക്കും. നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലവും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു സാഹചര്യവും വേണ്ടാതെ ആയി വരും. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു സെപ്പറേറ്റ് സ്ഥലം വേണം, ഡിസ്റ്റർബ് ചെയ്യാത്ത സ്ഥലം വേണം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അത് ആവശ്യമില്ല. നമുക്ക് എവിടെ ചെന്നാലും പെട്ടെന്ന് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോകാൻ സാധിക്കും. തിരക്കിൻ്റെ ഇടയിലായിരിക്കും നമുക്ക് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സ് ഇങ്ങനെ ഒരു ഫ്ലോയിലേക്ക്, അതാണ് ധാരണ എന്ന് പറയുന്നത്. മൈൻഡ് കോൺസെൻട്രേഷനിലാവുന്നു എന്ന് മനസ്സിലാക്കുക. ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും എസെൻസ് ഉൾക്കൊണ്ടിട്ടുള്ള ഒരു മനസ്സ് ജനറേറ്ററിൽ നിന്നും വരുന്ന മെയിൻ ലൈൻ പോലെ, പവറിൻ്റെ ലൈൻ പോലെ ആ ഫ്ലോ നമ്മൾ കണക്റ്റഡ് ആവുന്നു. അങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ആ തലത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോഴാണ് ധാരണ എന്ന് പറയുന്നത്. ഈ ധാരണയിൽ എത്തിയിട്ടാണ് ധ്യാനത്തിലെത്തേണ്ടത് എന്നുള്ളതാണ് പരമ്പരാഗതമായിട്ട് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ സഹജമാർഗത്തിൽ നമ്മളെ ഈ സ്റ്റെപ്പ് റിവേഴ്സ് ചെയ്യാൻ ചെയ്യും. നമ്മൾ ധ്യാനത്തിൽ ആരംഭിക്കുന്നത് സ്ട്രെയിറ്റ് അവേ അഷ്ടാംഗയോഗ പദ്ധതിയിൽ ധാരണ കഴിഞ്ഞ ധ്യാനത്തിലാണ് ആരംഭിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ഇടതടവ് ഇല്ലാതെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണനിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവുന്നു ആദ്യം. അപ്പോൾ ധ്യാനം നമുക്ക് ആദ്യം തന്നെ വളരെ എളുപ്പമാവും. അതിനുശേഷം മറ്റുള്ള സ്റ്റെപ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരും. നമ്മുടെ മാസ്റ്റേഴ്സ് പറയുന്നത് സമാധി സഹജമാർഗത്തിൽ ആദ്യം തന്നെ നൽകപ്പെടുന്നു എന്നാണ്. എന്തൊരു അത്ഭുതമാണ്! അഷ്ടാംഗയോഗ പദ്ധതിയിൽ സമാധിയാണ് ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സഹജമാർഗ് സ്റ്റാർട്ട്സ് വിത്ത് സമാധി എന്നാണ് ചാരിജി മഹാരാജ് പറഞ്ഞിട്ടുള്ളത്. സഹജമാർഗത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ചാരിജി മഹാരാജ് പറഞ്ഞു നമുക്ക് സമാധി എന്നുള്ള അവസ്ഥ നൽകപ്പെടുന്നു. എന്നിട്ട് നമ്മൾ ആ സമാധി യൂട്ടിലൈസ് ചെയ്യാൻ ജീവിതത്തിലേക്ക് എപ്പോഴും എല്ലായ്പ്പോഴും ഇന്ദ്രിയങ്ങളിലൂടെയൊക്കെ ഫ്ലോ ചെയ്യാൻ. ബാക്കിയുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ആ സമാധി സഹജമായിട്ടുള്ള സ്വഭാവമാണ്. അപ്പോൾ നമ്മളിവിടെ ധാരണ എന്നുള്ള സ്റ്റെപ്പ് വൈസായിട്ട് എത്തുന്ന കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഹാർട്ട്ഫുള്ളസ്റ്റ് അങ്ങനെ ഒരു സ്റ്റെപ്പ് വൈസായിട്ടുള്ള ആവശ്യമില്ല. എല്ലാം ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം ഇതൊക്കെ മെർജ് ചെയ്യുന്നു. കാരണം നമുക്ക് ആദ്യം തന്നെ ലക്ഷ്യം അറിയാം, ഗോൾ അറിയാം. നമ്മൾ ഫസ്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഗോൾ ഫിക്സേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സഹജമാർഗ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗോൾ ഫിക്സേഷൻ ആദ്യം തന്നെ സംഭവിക്കുന്നു. അപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷനിലൂടെ ഈ തരത്തിലൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള മെൻ്റൽ കോൺസെൻട്രേഷൻ, ശരിക്കും മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല, മനസ്സിനെ കോൺസെൻട്രേഷനിലേക്ക് എത്തിക്കാൻ സാധിക്കും. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മനസ്സിനെ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുക പ്രഷർ കുക്കറിൽ വേവിക്കുന്ന പോലെയാണ്, എപ്പോഴും പൊട്ടിത്തെറിക്കാം. അപ്പോൾ മെഡിറ്റേഷനെ പലപ്പോഴും കോൺസെൻട്രേഷൻ എന്ന രീതിയിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നോൺ കോൺസെൻട്രേഷൻ ആണെന്നാണ് ബാബുജി മഹാരാജ്. മെഡിറ്റേഷനിലൂടെ നമ്മൾ എത്തിച്ചേരുന്ന ഒരു കണ്ടീഷനാണ് കോൺസെൻട്രേഷൻ. അങ്ങനെ ഒരു കോൺസെൻട്രേഷനിൽ എത്തിയിട്ടുള്ള ഒരു മനസ്സ് അവിടെയും ഉപയോഗിക്കാം, മെഡിറ്റേഷനും ഉപയോഗിക്കാം, ഈ ലോകത്തിലുള്ള എല്ലാ പ്രവൃത്തികളിലേക്കും ഉപയോഗിക്കാം. ഒരു ജ്യൂസിൻ്റെ എസൻസ് പോലെ, ഫ്രൂട്ട് എസൻസ് പോലെ അത് കയ്യിൽ കൊണ്ടുവന്നാൽ എവിടെ വേണമെങ്കിൽ നമുക്ക് സ്ക്വാഷ് ഉണ്ടാക്കാം, എന്തിനു വേണമെങ്കിൽ ഉപയോഗിക്കാം. ആ തരത്തിലുള്ള എസൻസിലേക്ക് നമ്മൾ കണക്റ്റിടാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. എല്ലാവരെയും വീണ്ടും ഈ ലളിതമായിട്ടുള്ള ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.